ഹലോ, എൻ്റെ പേര് അരവിന്ദ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, ബട്ട് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഹൗ ടു ഹാൻഡിൽ ഫെയില്യൂഴ്സ്. നമുക്ക് പരാജയങ്ങളെ എങ്ങനെ നേരിടാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ ഫാൻസി എഡിറ്റ്സോ ഒന്നും കാണത്തില്ല. ഒരു വളരെ പ്ലെയിൻ വാനില ഫോർമാറ്റ് ആയിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് റീസൺ വേറൊന്നുമല്ല, ട്രൂലി ലൈഫിൽ സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ അവർ അറ്റ് എനി പോയിന്റ് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണും. ഇതിനകത്ത് വലിയ എഡിറ്റോ വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് വാല്യുബിൾ ലെസൺസ് ഗെയിൻ ചെയ്യാന്നുള്ള ഇൻറ്റൻഷനിൽ നിങ്ങൾ ഈ വീഡിയോ കാണും. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫെയിലിയർ? ഫെയിലിയർ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കാര്യം ട്രൈ ചെയ്യുന്നു, അത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വളരെ കൊളോക്കിയൽ ലാംഗ്വേജ് പറയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയൊന്നും ചെയ്യാതെ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലൈഫിൽ യാതൊരു ഗോളും ഇല്ലാതെ ചുമ്മാ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആവത്തില്ല. അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ ആ ഒരു ബിറ്റർ ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും അനുഭവിക്കത്തില്ല. നിങ്ങൾ ഒരു ഫെയിലിയർ നേരിടേണ്ടി വന്നെങ്കിൽ അതൊരു എക്സാമിലാവാം, അല്ലെങ്കിൽ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ പ്രൊഫഷണലാവാം. നിങ്ങളൊരു ഫെയിലിയർ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? നിങ്ങളുടെ ലൈഫ് ബെറ്റർമെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ യു ഹാവ് ആംബിഷൻ, അല്ലെങ്കിൽ യു ഹാവ് ഡ്രീംസ്. ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. സോ ആദ്യമേ അത് അക്നോളജ് ചെയ്യുക. ഗീവ് യുവർ സെൽഫ് ഇനഫ് ക്രെഡിറ്റ് ഫോർ ടേക്കിംഗ് ദിസ് എഫേർട്ട് ആൻഡ് ഗീവ് യുവർ സെൽഫ് ഇനഫ് ക്രെഡിറ്റ് ഫോർ കമ്മിങ് സോ ഫാർ. ബാക്കി ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പം, വർക്ക് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്യാത്ത ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് അഹെഡ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ സ്വയം അക്നോളജ് ചെയ്യുക. സെക്കൻഡ്ലി, നമ്മളൊരു ഭയങ്കര ഹാർഡായിട്ടൊരു ഫെയിലിയർ ഫേസ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സെൽഫ് ബ്ലെയിമിങ്, സെൽഫ് ടോർമെൻറ്റേഷൻ. നമ്മളെ ഒരുപാട് കുറ്റം പറയും. അത് പറയരുത്, കുറ്റം പറയുക ചെയ്യരുതെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ ഒക്കത്തില്ല. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാമിങ്, നമ്മുടെ സോഷ്യൽ കണ്ടീഷൻ ആ രീതിയിലായതുകൊണ്ടാണ്. കുറ്റപ്പെടുത്താം, പക്ഷേ അത് ഒരു സെൽഫ് അബ്യൂസ് എന്ന ലെവലിലേക്ക് പോകരുത്. കാര്യം അറ്റ് സം പോയിന്റ് നമ്മൾ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് അബ്യൂസ് എന്ന ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു പോകും. നമ്മൾ അപ്പം ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ ഫെയിലിയറുടെ റൂട്ട് കോസ് എന്നാണ്. സപ്പോസ് നിങ്ങളൊരു എക്സാം ഫെയിൽ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റൂട്ട് കോസ് കാണും. എന്തുകൊണ്ട് നിങ്ങൾ ഫെയിൽ ആവും? നിങ്ങൾ യൂസ് ചെയ്ത് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇഷ്യൂ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്കകത്തൊരു ഇഷ്യൂ കാണും. അതല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി നമ്പർ ഓഫ് അവേഴ്സ് ഇട്ട് കാണത്തില്ല. ചിലപ്പം 8 hours ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ബട്ട് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ പാസ്സാവുന്ന എക്സാം ആകുമ്പോൾ നിങ്ങൾ 12 hours വർക്ക് ചെയ്യണമായിരുന്നു. ഇതൊക്കെയാണ് റൂട്ട് കോസസ്. സോ നിങ്ങൾ ആ സെൽഫ് ബ്ലെയിമിങ് ഫേസിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്, അതിൻ്റെ റൂട്ട് കോസ്, ഫെയിലിയറിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് അന്വേഷിക്കുക. ബിസിനസ്സിൽ സംഭവിച്ച ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി ചിലപ്പോൾ മാർക്കറ്റിംഗ് ചെയ്ത് കാണത്തില്ല, അല്ലെങ്കിൽ സഫീഷ്യൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് നടത്തി കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ നിലവിലത്തെ സോഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ റിലവൻ്റ് ആയിരിക്കില്ല. ഇതൊക്കെയാണ് റൂട്ട് കോസ്. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് എപ്പോഴും റൂട്ട് കോസ് ആവത്തില്ല. ഈവൻ ദോ നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫെയിലിയറിന് എപ്പോഴും ഒരു പർട്ടിക്കുലർ റൂട്ട് കോസ് കാണും. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. സോ ആ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങൾ വെൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കരയണമെങ്കിൽ നിങ്ങൾ കരയുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വരുന്ന സമയം സ്പെൻഡ് ചെയ്ത് റിലാക്സ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, നിങ്ങളുടെ മനസ്സൊന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊരു പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ കൂടുതൽ സാധിക്കുന്നത്. സോ വെൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ബേസിക് ഹ്യൂമൻ സൈക്കോളജിക്കൽ മെക്കാനിസം ആണത്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും വെൻ്റ് ഔട്ട് ചെയ്ത് പുറത്ത് കളയാം. പലരും കരഞ്ഞായിരിക്കും ഇത് കളയുന്നത്. കരയുന്നത് മോശം കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് കരയാം, നിങ്ങൾക്ക് നിലവിളിയാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. എപ്പോഴും ഫെയിലിയർ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന്, സെൽഫ് ബ്ലെയിമിങ്, കുറച്ച് മുന്നേ പറഞ്ഞല്ല, സ്വയം ബ്ലെയിം ചെയ്ത് നശിപ്പിക്കുക. സെക്കൻഡ്, ഇൻട്രോസ്പെക്ഷൻ. നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നമ്മൾ കാം മൈൻഡിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തേർഡ്, റീബൗണ്ട്. നമ്മൾ തിരിച്ചു വരിക. നമുക്ക് പറ്റിയ ഇഷ്യൂസ് എല്ലാം മനസ്സിലാക്കി നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നതാണ് ഫൈനൽ സ്റ്റേജ്. നമ്മൾ ഈ 3 ഫേസിൽ കൂടെ പ്രോപ്പറായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ സക്സസ് നമ്മുടെ കൂടെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും
ഫോർമോസ്റ്റ് ആയിട്ട് നിർത്തുന്ന വേറൊരു മിസ്റ്റേക്ക് കമ്പാരിസൺ ആണ്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ മേക്സ് us ഫീൽ മോർ ബാഡ് വെൻ വി ഫീൽ, ബിക്കോസ് നമ്മൾ അതിൽ നോക്കുമ്പോഴത്തേക്കും വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ കഥകളായിരിക്കും കൂടുതൽ കാണുന്നത്. പക്ഷേ അവർ 100 തവണ പരാജയപ്പെട്ടിട്ടായിരിക്കും വിജയിച്ചിരിക്കുന്നത്, അതൊരിക്കലും നമ്മൾ അറിയണമെന്നില്ല. ഓക്കെ, അപ്പം സെൽഫ് കമ്പാരിസൺ ആൻഡ് ഈ സോഷ്യൽ മീഡിയയെ വെച്ച് അതിൽ നിന്ന് കാണുന്ന ആൾക്കാരുടെ ലൈഫോട് നമ്മുടെ ലൈഫിനെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. എസ്പെഷ്യലി ഒരു വലിയൊരു ഫെയിലിയർ ഫേസ് നിങ്ങളൊരു വൾണറബിൾ സ്റ്റേജിലായിരിക്കും. ആ സ്റ്റേജിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തിട്ടാലും, നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യം ഇട്ടാലും അത് അവിടെ കിടന്ന് വളരും. കാര്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആ സമയത്ത് അതുപോലാണ്. സോ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ ആ ടൈമിൽ. അതുപോലെ തന്നെ സെൽഫ് കമ്പാരിസൺ, ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയെ കണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആവാനാണ് ശ്രമിക്കേണ്ടത്. അല്ല കമ്പയർ ചെയ്തിട്ട് ഞാൻ അയാൾക്കാൾ മോശമാണല്ലോ എന്ന് വിചാരിക്കുന്നില്ല. ഇപ്പോൾ സെൽഫ് കമ്പാരിസൺ നടത്തി നമ്മുടെ ഓൾറെഡി വിഷമിച്ചിരിക്കുന്ന മനസ്സിനെ കൂടുതൽ വിഷമത്തിലേക്ക് തള്ളി വിടാതിരിക്കുക. എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ ആംബിഷൻസിന് ഒരു എക്സ്പയറി ഡേറ്റ് എന്നൊരു സംഭവം ഇല്ല. ഓക്കെ, നമുക്ക് എത്ര നാൾ നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും നാൾ നമുക്ക് സ്വപ്നം കാണാം, നമുക്ക് ജീവിക്കാം, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ശ്രദ്ധിക്കണമെന്ന കാര്യം, ഫെയിലിയർ എന്ന് വെച്ചാൽ അതൊരു ടീച്ചറാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫെയിൽ ചെയ്തു, നിങ്ങൾ വളരെ പെയിനിലാണ്. ആ പെയിനിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം. സ്വന്തം മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്ത് കൂടുതൽ സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ പെയിനിലാണ്, നിങ്ങൾ ഗ്രീഫിലാണ്. ആ ഗ്രീഫിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു നല്ല കാര്യമെങ്കിലും പുറത്തു വരട്ടെ. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവും. വാട്ട് എവർ ഡസൻ കിൽസ് യു മേക്ക് യു സ്ട്രോങ്ങർ എന്നാണ്. നിങ്ങൾക്കൊരു ബ്ലോ കിട്ടി, നിങ്ങൾക്കൊരു അടി കിട്ടിയപ്പോഴത്തേക്കും നിങ്ങൾ ആ സമയത്ത് തളർന്നു. ബട്ട് ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കൂടുതൽ സ്ട്രോങ് ആവും. നെക്സ്റ്റ് ടൈമിൽ ഒരു അടി കിട്ടാൻ നേരത്ത് പ്രോപ്പർലി ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഈ ഒരു ഗ്രീഫിൽ നിന്ന് നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പുറത്തു വരണം. കാര്യം ഈ ഗ്രീഫിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, ഒന്നുകിൽ മെൻ്റൽ സ്ട്രെങ്ത് കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ലെസൺസ് ലേൺ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു ഔട്ട്കം ഈ ഗ്രീഫിൽ നിന്ന് കൊണ്ടുവരാൻ നിങ്ങൾ കോൺഷ്യസ്ലി ട്രൈ ചെയ്യണം. ഓക്കെ, ഇപ്പം എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും എടുത്തിട്ടുള്ള അവരുടെ മൈൻഡ് സെറ്റ് ഈ രീതിയിലാണ്. അവർ ഒരു അടി കിട്ടി, അയ്യോ എനിക്കിനി ഒന്നിനുള്ള ആരോഗ്യമില്ല, അല്ലെങ്കിൽ എനിക്കിനി കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവരാരും ഒരു വലിയ ലെവലിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അറ്റ് സം പോയിന്റ് ഓഫ് ദെയർ ലൈഫ് അവർ ഫെയിൽഡ് ആയിട്ടുണ്ട്. ആ ഒരു ഫാക്റ്റ് അക്നോളജ് ചെയ്യുക. നിങ്ങൾ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, മനസ്സിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.